എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിസ കാലാവധി കഴിയുന്നവർ UK-യിൽ നിന്ന് മടങ്ങുന്നുണ്ടോ? വിസ ഉണ്ടായിട്ടും രേഖയില്ലാതെ ഈ വിസയിൽ കുടുങ്ങി 2 ലക്ഷത്തോളം പേരാണ് ഇന്ന് ഉള്ളത്. യൂറോപ്യൻ യൂണിയന്റെ ബ്ലൂ കാർഡിന് എന്ത് പറ്റിയിരിക്കുന്നു? ആർക്കാണ് അത് ലഭിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. വിസ കാലാവധി കഴിഞ്ഞ് വിദേശ തൊഴിലാളികൾ മടങ്ങി പോകുന്നുണ്ട്, അതോ UK-യിൽ തുടർന്ന് അനധികൃതമായി ജോലി എടുക്കുകയാണോ എന്ന കാര്യത്തിൽ ഹോം ഓഫീസിന് വ്യക്തതയില്ലെന്ന് സർവകക്ഷി MPമാരുടെ സമിതി ആരോപിച്ചിട്ടുണ്ട്. കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ സ്കിൽഡ് വർക്ക് വിസ റൂട്ട് കൊണ്ട് വന്നതു മുതൽ തന്നെ തിരികെ മടങ്ങുന്നവരുടെ കാര്യം പരിശോധിക്കുന്നതിൽ ഹോം ഓഫീസ് പരാജയപ്പെട്ടു എന്നാണ് സർക്കാർ ചെലവുകളെ പരിശോധിക്കുന്ന പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അഭിപ്രായപ്പെട്ടത്. 2020 ആയിരുന്നു സ്കിൽഡ് വർക്ക് വിസ റൂട്ടിൽ നിലവിൽ വന്നത്. 2020 ഡിസംബർ ഇത് പ്രാബല്യത്തിൽ വന്നത് മുതൽ 2024 അവസാനം വരെ ഏകദേശം 1.18 മില്യൺ ആളുകളാണ് ഈ റൂട്ട് വഴി UK-യിൽ എത്തുന്നതായി അപേക്ഷ നൽകിയിട്ടുള്ളത്. താറുമാറായ ഒരു ഇമിഗ്രേഷൻ സിസ്റ്റമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും എല്ലാം നേരെയാക്കുവാൻ ശ്രമിക്കുകയാണെന്നും ഹോം ഓഫീസ് പ്രതികരിച്ചിട്ടുണ്ട്. പൊതുജന വിശ്വാസം ആർജിക്കുന്നതിനുള്ള നടപടികൾ എടുത്തു വരികയാണെന്നും ഓഫീസ് അറിയിക്കുന്നു. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ വിട്ടതിനു ശേഷം ടയർ 2 വർക്ക് വിസ പരിഷ്കരിച്ചായിരുന്നു സ്കിൽഡ് വർക്ക് വിസ റൂട്ട് രൂപീകരിച്ചത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ മേഖലയിൽ വന്ന ഒഴിവുകൾ നികത്തുന്നതിനായി 2022 മുൻ കൺസർവേറ്റീവ് സർക്കാർ സ്കിൽഡ് വർക്കർ വിസ റൂട്ട് നീട്ടുകയായിരുന്നു. ഇത് നെറ്റ് ഇമിഗ്രേഷൻ റെക്കോർഡ് ഉയരത്തിൽ എത്താൻ ഇടയാക്കുകയും ചെയ്തു. എന്നാൽ വിസ കാലാവധി കഴിഞ്ഞവർ നാട് വിടുന്നുണ്ടോ എന്നുള്ള അടിസ്ഥാന വിവരം പോലും ശരിയായ രീതിയിൽ ശേഖരിക്കാൻ ഹോം ഓഫീസിന് കഴിയുന്നില്ല എന്നാണ് PSC ആരോപിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി UK-യിൽ നിയമപരമായി തന്നെ താമസിച്ചിരുന്ന 2 ലക്ഷത്തോളം പേർ വിൻഡേജ് മാതൃകയിലുള്ള അഴിമതിയിൽ കുരുങ്ങാൻ ഇടയുണ്ടെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇവർ എവിടെയാണെന്ന് ഹോം ഓഫീസിന് അറിയില്ല എന്നതും സർക്കാർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇവരുടെ വിശദാംശങ്ങൾ ഇല്ല എന്നതുമാണ് കാരണം. ഹോം ഓഫീസ് ഇമിഗ്രേഷൻ രേഖകൾ പേപ്പറിൽ നിന്നും ഡിജിറ്റലാക്കി മാറ്റുന്നതോടെ ഇവരിൽ പലർക്കും UK-യിൽ താമസിക്കാൻ മതിയായ രേഖകൾ ഇല്ലാതെ വരുമെന്ന ആശങ്കയും ശക്തമാകുന്നു. ഇമിഗ്രേഷൻ സിസ്റ്റത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് ഹോം ഓഫീസ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഡിജിറ്റലൈസേഷൻ ബാധിച്ചവരിൽ ഭൂരിഭാഗവും പ്രായമേറിയവരാണ്. മാത്രമല്ല അവരിൽ മിക്കവരും ഡിജിറ്റൽ സാക്ഷരത നേടിയിട്ടില്ലാത്തവരുമാണ്. 1970കളിലും 80കളിലും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തിയവർക്ക് ബ്രിട്ടനിൽ ദീർഘകാലം താമസിക്കുന്നതിനുള്ള ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ ILR നൽകിയിരുന്നു. പാസ്പോർട്ടിൽ ഹോം ഓഫീസിന്റെ മുദ്രയോ സ്റ്റിക്കറോ കൊണ്ടാണ് ഇത് സൂചിപ്പിച്ചിരുന്നത്. അതല്ലെങ്കിൽ രേഖാമൂലം അവരുടെ സ്റ്റാറ്റസ് സ്ഥിരീകരിക്കുകയും ചെയ്യണം. ഈ ഫിസിക്കൽ ഡോക്യുമെന്റ് അവർക്ക് ബ്രിട്ടനിൽ താമസിക്കുന്നതിനുള്ള അവകാശത്തിനുള്ള തെളിവായി സ്വീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരും ഫിസിക്കൽ ഡോക്യുമെന്റിന് പകരം ഈ വിസയിലേക്ക് മാറണമെന്നാണ് ഹോം ഓഫീസ് അനുശാസിക്കുന്നത്. എന്നാൽ പലർക്കും പാസ്പോർട്ടുകൾ ഈ വിസയുമായി ബന്ധിപ്പിക്കുന്നതിൽ പല സാങ്കേതിക പ്രശ്നങ്ങളും ഉടലെടുക്കുന്നതായി റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർഹരായ പലർക്കും ഇനിയും ഈ വിസ ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. യൂറോപ്പിൽ സ്കിൽഡ് വർക്കർമാരുടെ ഒഴിവുകൾ EU ബ്ലൂ കാർഡ് ആർക്കൊക്കെ ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഉയർന്ന യോഗ്യതകളുള്ള യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളിലെ തൊഴിലാളികളെ ആകർഷിക്കാനുള്ള വഴിയായിരുന്നു ഈ ബ്ലൂ കാർഡ്. 2023 ഏകദേശം 89,000 പേർക്ക് ബ്ലൂ കാർഡ് നൽകിയിരുന്നു. അതിൽ കൂടുതൽ നൽകിയത് ജർമ്മനിയിലായിരുന്നു. യൂറോസ്റ്റാറ്റിക്കിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തിൽ അത് വർദ്ധിച്ചു വരികയുമാണ്. തൊഴിലുടമകൾക്കും മൂന്നാം ലോക രാജ്യങ്ങളിലെ പൗരന്മാർക്കും ബ്ലൂ കാർഡ് ആകർഷണീയമാക്കുന്നതിനായി യൂറോപ്യൻ യൂണിയൻ ഇതിൽ ചില അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിരുന്നു എന്നാൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരെ ആകർഷിക്കാൻ ബ്ലൂ കാർഡ് മാത്രം മതിയാകുമോ എന്ന കാര്യത്തിൽ വിദഗ്ധർ ഭിന്നാഭിപ്രായക്കാരായി തുടരുകയുമാണ്. 2016 20,979 പേർക്കായിരുന്നു ബ്ലൂ കാർഡ് നൽകിയിരുന്നതെങ്കിൽ 2023 അത് 80,037 ആയി വർദ്ധിച്ചിരിക്കുന്നു. അതായത് 7 വർഷത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഉണ്ടായത് 4 ഇരട്ടിയുടെ അല്ലെങ്കിൽ 300% വർധനവാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു.
ഉയർന്ന യോഗ്യതയുള്ളവർക്ക് വൻ ശമ്പളം നൽകുന്ന തസ്തിയിലേക്കുള്ള റെസിഡൻസ് പെർമിറ്റ് ആയ ബ്ലൂ കാർഡിനെ കുറിച്ച് വ്യാപകമായ അറിവുണ്ടായിരുന്നില്ല എന്നും പറയപ്പെടുന്നു. വിവിധ രാജ്യങ്ങളുടെ വിസ പദ്ധതികൾക്ക് പകരമാകുന്നതിനും അതുപോലെ യൂറോപ്യൻ യൂണിയനകത്ത് മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമായി 2016 യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ബ്ലൂ കാർഡ് വിവിധ അപ്ഡേറ്റുകളായി അവതരിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ജർമ്മനിയാണ് ഏറ്റവും അധികം ബ്ലൂ കാർഡ് നൽകിയിട്ടുള്ളത്. വിവിധ മേഖലകളിൽ കടുത്ത തൊഴിലാളി ക്ഷാമമാണ് ഇപ്പോൾ ജർമ്മനി നേരിടുന്നത്. ഇതുവരെ നൽകിയ മൊത്തം ബ്ലൂ കാർഡുകളിൽ 78% ജർമ്മനിയാണ് നൽകിയിരിക്കുന്നത്. 8% ബ്ലൂ കാർഡുകളുമായി പോളണ്ട് 2ാം സ്ഥാനത്തും 4% ബ്ലൂ കാർഡുമായി ഫ്രാൻസ് 3ാം സ്ഥാനത്തും ലിത്വാനിയ, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ 4ഉം 5 സ്ഥാനങ്ങളിലുമുണ്ട്. 2023 ഇന്ത്യൻ പൗരന്മാർക്കാണ് ഏറ്റവും അധികം ബ്ലൂ കാർഡ് ലഭിച്ചത്. നൽകിയ ബ്ലൂ കാർഡുകളിൽ 24% ലഭിച്ചത് ഇന്ത്യക്കാർക്കായിരുന്നു. 11%മായി റഷ്യ 2ാം സ്ഥാനത്തും 7%മായി തുർക്കി 3ാം സ്ഥാനത്തും ഉണ്ട്. ഒരു സാധുവായ തൊഴിൽ കരാർ അല്ലെങ്കിൽ ജോലി ഓഫർ ഉള്ളവർക്കാണ് ബ്ലൂ കാർഡിനായി അപേക്ഷിക്കാൻ കഴിയുന്നത്. യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും അംഗരാജ്യങ്ങളിൽ കുറഞ്ഞത് 6 മാസത്തെയെങ്കിലും ഉള്ള തൊഴിൽ കരാർ ആണ് ഉണ്ടാകേണ്ടതെന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.